സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു വസ്തു വെച്ചാൽ അതിൻ്റെ പ്രതിബിംബം ദർപ്പണങ്ങളിൽ കാണാം. എന്നാൽ ഈ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുമോ? പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. പരീക്ഷണത്തിനാവശ്യമായ ഉപകരണം നിർമ്മിക്കാം. 40 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു വെള്ള ചാർട്ട് പേപ്പർ എടുക്കാം. ഉപയോഗിക്കുന്ന കണ്ണാടികളുടെ വലിപ്പത്തിനനുസരിച്ചാണ് ചാർട്ട് പേപ്പർ ഉപയോഗിക്കേണ്ടത്. ഇതിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കോണുകൾ അടയാളപ്പെടുത്തൂ. 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വീഡിയോയിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തണം. കോണളവുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തതായി മുഖം നോക്കുന്ന രണ്ട് കണ്ണാടികൾ തമ്മിൽ യോജിപ്പിക്കാം. ഇവ രണ്ടും സമതല ദർപ്പണങ്ങളാണ്. 25 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള രണ്ട് കണ്ണാടികളാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കണ്ണാടികൾക്ക് പിന്നിൽ ഇരുമ്പിൻ്റെ ഓരോ ക്ലാമ്പ് ഉറപ്പിക്കാം. കണ്ണാടികൾ കുത്തനെ നിൽക്കുന്നതിനു വേണ്ടിയാണ് ഇവ ഉറപ്പിക്കുന്നത്. മരം കൊണ്ടുള്ള ക്ലാമ്പും ഉപയോഗിക്കാം. ക്ലാമ്പുകൾ എപ്രകാരമാണ് പിടിപ്പിക്കുന്നതെന്ന് നിരീക്ഷിക്കൂ. ഇപ്പോൾ രണ്ട് കണ്ണാടികളിലും ക്ലാമ്പുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവ തമ്മിൽ ഇൻസുലേഷൻ ടാപ്പോ മറ്റോ ഉപയോഗിച്ച് യോജിപ്പിക്കാം. ഇവ യോജിപ്പിക്കുന്ന വിധം നിരീക്ഷിക്കൂ. ഇപ്പോൾ കണ്ണാടികൾക്കിടയിലുള്ള കോണളവ് ക്രമീകരിക്കാം. ഇനി പരീക്ഷണം ആരംഭിക്കാം. കോണുകൾ അടയാളപ്പെടുത്തിയ പേപ്പറിൻ്റെ ഏറ്റവും അടിയിലുള്ള വരയിലാണ് ആദ്യം കണ്ണാടികൾ ക്രമീകരിക്കേണ്ടത്. ഇനി വസ്തു നടുവിൽ വെച്ച് കോണളവ് വ്യത്യാസപ്പെടുത്താം. ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് 180 ഡിഗ്രി ആണെങ്കിൽ ദർപ്പണങ്ങളിൽ എത്ര പ്രതിബിംബം ലഭിക്കും? കണ്ണാടിയിൽ കാണുന്ന രൂപത്തെയാണ് പ്രതിബിംബം എന്ന് പറയുന്നത്. രണ്ട് ദർപ്പണങ്ങളും നിരീക്ഷിക്കൂ. എത്ര പ്രതിബിംബങ്ങളാണ് കാണുന്നത്? ഒരു പ്രതിബിംബം മാത്രം. ഇത് പട്ടികപ്പെടുത്താൻ മറക്കരുത്. കോണളവ് 120 ഡിഗ്രി ആണെങ്കിൽ എത്ര പ്രതിബിംബം ലഭിക്കും? കണ്ണാടികളിൽ എത്ര പ്രതിബിംബങ്ങളാണ് കാണുന്നത്?
2 പ്രതിബിംബങ്ങൾ. പട്ടികയിൽ രേഖപ്പെടുത്തൂ. കോണളവ് 90 ഡിഗ്രി ആയാൽ എത്ര പ്രതിബിംബങ്ങൾ കാണുന്നു? 3 പ്രതിബിംബങ്ങൾ. പട്ടികപ്പെടുത്താം. ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാലോ? പ്രതിബിംബങ്ങൾ എത്രയെണ്ണമുണ്ട്? എണ്ണി നോക്കൂ. 5 പ്രതിബിംബങ്ങൾ. പട്ടികയിലും രേഖപ്പെടുത്തി. കോണളവ് വീണ്ടും കുറച്ച് 40 ഡിഗ്രിയിൽ വയ്ക്കാം. വസ്തു വെച്ചു നോക്കൂ. കണ്ണാടികളിൽ എത്ര പ്രതിബിംബങ്ങളാണ് ലഭിക്കുന്നത്? 8 പ്രതിബിംബങ്ങൾ ലഭിക്കുന്നു. ഇതും രേഖപ്പെടുത്താം. ദർപ്പണങ്ങൾ 30 ഡിഗ്രി കോണളവിൽ വയ്ക്കാം. എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ശ്രദ്ധയോടെ കൃത്യമായി എണ്ണണം. 11 പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു. ഇതും നമുക്ക് പട്ടികപ്പെടുത്താം. ഈ പട്ടിക ഒന്ന് അപഗ്രഥിച്ചു നോക്കൂ. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കുറഞ്ഞു വരുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. ഈ പരീക്ഷണത്തിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങൾ. നിഗമനം 1. 2 സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. നിഗമനം 2. സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. വ്യത്യസ്തമായ കോണളവുകളിൽ ഉപകരണം ക്രമീകരിച്ച് പരീക്ഷണം ചെയ്തു നോക്കൂ. പുതിയ ശാസ്ത്ര വീഡിയോകളുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്ദി.